പ്രകൃതി ചൂഷണവും അതിൻ്റെ ദൂഷ്യഫലങ്ങളായ പ്രകൃതി ദുരന്തങ്ങളും എന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതെന്നതിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. പ്രകൃതി അതിൻ്റെ സസ്യങ്ങളും മൃഗങ്ങളും പർവ്വതങ്ങളും എല്ലാം ചേർന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു അടിത്തറ തന്നെയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും പ്രകൃതിയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാതെ അതിനെ ചൂഷണം ചെയ്യുന്നതായി കാണുന്നു. ചിലർ മരങ്ങൾ വെട്ടി പണമാക്കുന്നു, ചിലർ മാലിന്യം നദികളിലും കടലുകളിലും തള്ളുന്നു. പുകമലിനീകരണം കൊണ്ട് ഓസോൺ പാളികൾക്ക് വരെ വിള്ളലേറ്റിരിക്കുന്നു. ഇവയെല്ലാം പ്രകൃതി ചൂഷണം എന്ന് പറയും. ഇത്തരം പ്രവൃത്തികൾ പ്രകൃതിയുടെ സമത്വത്തെ തകർക്കുകയും വലിയ രീതിയിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നുമുണ്ട്. നമുക്കറിയാം, പ്രളയം, കാട്ടുതീ, വരൾച്ച, ഉരുൾപൊട്ടൽ, സുനാമി, ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങൾ പ്രകൃതി ചൂഷണത്തിന്റെ ഫലമായി സംഭവിക്കാം. മലകളും പർവ്വതങ്ങളും ഭൂമിയുടെ ആണിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ധാരാളം ക്രഷറുകൾ നമ്മുടെ നാട്ടിൽ അനധികൃതമായും അല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഖനനം തന്നെയാണ് ഇത്തരം മഹാദുരന്തങ്ങൾക്ക് കാരണം എന്ന് പ്രൊഫസർ ആർ ഗോപിനാഥന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചൂരൽമല ദുരന്തം നമുക്ക് അവസാനത്തെ അനുഭവമായി തീർക്കാൻ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാതെ വർഷാവർഷം പ്രളയം, ഉരുൾപൊട്ടൽ എന്നീ മഹാദുരന്തങ്ങൾ താങ്ങാൻ ആർക്ക് കഴിയും? സുഹൃത്തുക്കളെ, ഇതിൽ നിന്നും കരകയറാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ നേരിട്ടോ അല്ലാതെയോ നമ്മളാൽ കഴിയുന്ന സഹായം നിർബന്ധമായും ചെയ്യണം. ദുരന്തത്തിന്റെ ആഘാതത്തിൽ കൈകാലുകൾ വേർപെട്ടു പോയ മൃതദേഹത്തിന്റെ ഫോട്ടോസും വീഡിയോസും പ്രചരിപ്പിക്കുന്നത് നിർത്തണം. അവരുടെ ഉടയവരും ഉറ്റവരും ഇത് കാണാൻ ഇടയാവും എന്ന വസ്തുത നാം ഓർത്തിരിക്കണം. നാം മരിച്ചാൽ നമ്മുടെ നഗ്ന ശരീരമോ നമ്മുടെ ദയനീയതയോ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അവരുടെ മൃതശരീരത്തോടും നമ്മൾ ബഹുമാനം കാണിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. ഇത്തരം വീഡിയോസ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ഭരണകൂടം തയ്യാറാകണം. ഇത്രയും ഭയാനകമായ ദുരന്തം സംഭവിച്ചിട്ടും മനുഷ്യരുടെ മൃതദേഹങ്ങൾ പല ഇടങ്ങളിലായി പല കഷ്ണങ്ങളായി ഒലിച്ചു വന്നിട്ടും മനസാക്ഷിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പോസ്റ്റർ ഇടാൻ മനുഷ്യ കോലം കെട്ടിയവരെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളെ മൃഗമെന്ന് വിശേഷിപ്പിച്ചാൽ അതിനു പോലും നാണക്കേടാകുമല്ലോ. ഇത്രയൊക്കെ മലയാള സമൂഹത്തിൽ നിന്ന് ചിലർ മാറിപ്പോയത് എങ്ങനെയെന്ന് ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതി നമ്മുടെ മാത്രം സ്വത്തല്ല, അത് നമ്മുടെ വരും തലമുറക്കും അതേ തരത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. മാലിന്യം ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക, കരിങ്കൽ ഖനനം കുറക്കുക, കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുക. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നാശം വരുത്തുന്ന ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു പുത്തൻ സുരക്ഷിതമായ ലോകം നമുക്ക് വാർത്തെടുക്കാം. ദുരന്തം വന്നാൽ നമ്മൾ ഒന്നിക്കുന്നത് പോലെ പ്രകൃതിയെ നശിപ്പിക്കുന്നവരോട് നമ്മൾ തോളോട് തോൾ ചേർന്ന് സന്ധിയില്ലാ സമരം നടത്തണം. ഉണരണം ഈ പുതുതലമുറ, ശബ്ദമുയർത്തണം നല്ല നാളേക്കു വേണ്ടി. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എല്ലാ ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനത്തിന് മനുഷ്യരെ പോലെ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഓഫ് റോഡ് വാഹനങ്ങൾ. അതിനെ
കുടുംബത്തിനും പരിക്കു പറ്റിയവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും ദൈവം ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.